ആര് പോവല്ലേ എനിക്ക് പറയാനുള്ളതുകൂടെ കേട്ടിട്ട് പോ. ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യമായിട്ട് ബുദ്ധിയുള്ള ഒരു വിന്നറെന്ന് പറയുന്നത് നമ്മുടെ അഖിൽ മാരാറാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാൽ അഖിൽ മാരാറിൻ്റെ പോസ്റ്റും കാര്യങ്ങളും എല്ലാം അഖിൽ മാരാർ തന്നെ ചെയ്യും. അഖിൽ മാരാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, അഖിൽ മാരാറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ അഖിൽ മാരാർ തന്നെ പറയും. ഭയങ്കര ബുദ്ധിയുള്ള ആളെന്നൊക്കെയാണ് പറയുന്നത്. അവൻ തന്നെ സ്വന്തമായിട്ട് പറയും അവൻ തന്നെയാണ് ബുദ്ധിയുള്ള ആളാണെന്നൊക്കെ. എന്നാൽ അഖിൽ മാരാറിൻ്റെ ഒരു ഫോട്ടോ വെച്ച, അല്ലെങ്കിൽ അഖിൽ മാരാറിൻ്റെ ഒരു കാര്യം വേറൊരു പ്രൊഫൈലിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ, ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നല്ലൊരു കാര്യം പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അഖിൽ മാരാർ സ്വന്തമായിട്ട് തന്നെ പറയും അവൻ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, അവൻ തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും അടിപൊളി ഒരു വിന്നർ എന്നൊക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ജയിച്ച സാബു മോനൊക്കെ എന്താടാ, സാബു മോനും മണിക്കുട്ടനൊക്കെ എന്താ? അപ്പോൾ നീ മാത്രമാണോ നീ വിന്നറെന്ന് പറയുന്നത്? എടാ, അവരെ സംബന്ധിച്ച് നീ ഒരു കോപ്പും അല്ലടാ മാരാരെ. എടാ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുള്ള ഒരു ജീവി മാത്രമാണ് നീ. അല്ലാതെ നീ വലിയ കോപ്പാണെന്നും പറയില്ല ആരും. നീ ഇപ്പം നിൻ്റെ ഒരു സിനിമ ഇറങ്ങിയില്ല, നിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണെന്ന് നീ പറയുന്നു സിനിമ ഇറക്കണമെന്ന്. ഭയങ്കര വിജയമായിരിക്കുമെന്നൊക്കെയാണ് നീ പറയുന്നത്. മുള്ളംകൊല്ലി വേലായുധൻ ഈ പേര് ഇട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. എന്നാൽ നീ അത്രത്തോളം ഒന്നും ആയിട്ടില്ലടാ മാരാരെ, നീ അത്രത്തോളം ഒന്നും ആവത്തേയില്ല. ആ സിനിമയുടെ പേര് പോലും നശിപ്പിച്ചില്ലടാ നീ. ആ സിനിമയുടെ പേര് പോലും. നിൻ്റെ ഒരു സിനിമ 2 ദിവസം തികച്ചോടിയാടാ, 2 ദിവസം തികച്ചോടിയാ. ഇപ്പം മറ്റേ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞുകൊണ്ട് കിടന്ന് ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് മറ്റേ എന്തോ മുണ്ടൂരി എന്തോ കാണിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഇവനാണിപ്പോൾ ബിഗ് ബോസിൽ വിന്നർ. നീ കയറി വരാൻ വേണ്ടി നീ എന്ത് നാറിയ കളിയും കളിക്കും. പിന്നെ നിനക്ക് വേറൊരു ഇതുണ്ട്, നിനക്ക് എന്തോ ആണോ എന്നുള്ള ഒരു ഇതുണ്ട്. നീ അതുകൊണ്ട് എന്ത് ചെയ്ത് കോൺഗ്രസ്സുകാരെ കുറേ കാലം നീ തട്ടി നിന്ന് അവർ നിന്നെ വകവയ്ക്കൂലെന്ന് അറിഞ്ഞപ്പോൾ നീ എന്നെ മനഃപൂർവ്വം അങ്ങ് മാറിക്കളഞ്ഞു. പിന്നെ നീ BJP-യിലോട്ട് പോകാൻ വേണ്ടി, എന്തിനാ സീറ്റ് കിട്ടാൻ വേണ്ടി, MP ആയിട്ട് MLA ആയിട്ട് മത്സരിക്കണ്ടേ? നീ പിന്നെ സീറ്റ് കിട്ടാണ് BJP. അവർക്കും നിൻ്റെ നാടകം മനസ്സിലായി. എന്തേ, ചെറുതിലേ ഉള്ളത് ചെറുതിനെ അവരൊന്ന് ഉള്ളിക്കളഞ്ഞു. പിന്നെ ഇടതുവശത്ത് നിന്നെ കയറ്റത്തിൽറാമാരെ, നീ തലയിട്ട് അടിച്ചാൽ പോലും നിന്നെ കയറ്റൂല. നിനക്ക് ഓർമ്മയുണ്ടല്ലോ പഴയ കാര്യങ്ങളൊക്കെ, നീ മറക്കൂല ആര് മറന്നാലും. പിന്നെ നീ മുഖ്യമന്ത്രിയെ കുത്തിപ്പറഞ്ഞ് പിണറായി വിജയൻ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ ആരാടാ, ഞാൻ ചോദിക്കട്ടെ, നീ ആരാ നിന്നെ മൈൻഡ് ചെയ്യാൻ വേണ്ടി? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? നീ ഒരു ബിഗ് ബോസ് എന്ന ചെറിയൊരു ഷോയിൽ കൂടെ കയറി വന്ന നിന്നെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് നിന്നെ അറിയില്ലായിരിക്കും, നിനക്ക് പക്ഷേ അറിയാമായിരിക്കും അയാളെ. അദ്ദേഹത്തിന് നിന്നെ ഈ പരിപാടി പോലും ചിലപ്പോൾ അയാൾ കണ്ടു കാണത്തില്ല, അദ്ദേഹം കണ്ടു കാണത്തില്ല. പിന്നെ അങ്ങനെയാണോ നിന്നെ അറിയാൻ വേണ്ടി? നീ ആരാ നിന്നെ അറിയാൻ വേണ്ടി? നീ മറ്റേ പോസ്റ്റിൽ കൂടെയൊക്കെ പറഞ്ഞല്ലോ കൊള്ളേണ്ടടത്ത് കൊണ്ടെന്ന്, എന്തോ കൊള്ളാൻ വേണ്ടിയിട്ട്. നിന്നെപ്പോലെ കുറേ എണ്ണത്തിനെ കണ്ട ആളാണ് അദ്ദേഹം. നീ ഒന്നും അല്ലടാ മാരാരെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ, മനസ്സിലായ? നിന്നെ അറിയത്തുപോലും ഇല്ല. നീ ഇങ്ങനെ ഒരാൾ കേരളത്തിൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വലിയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് നിന്നെ അറിയണമെന്നോ? നീ ഇപ്പോൾ പോസ്റ്റിൽ നിന്നെ ഞാൻ ഇട്ട പോസ്റ്റ് കൊള്ളേണ്ടടത്ത് കൊണ്ടു എന്നൊക്കെയാണ് നീ ഇതിനു മുമ്പേ തള്ളി മറിച്ചത്. പിന്നെ നീ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറേ നാളിന് മുമ്പ് നീ വിനായക അണ്ണനെതിരെ നീ വന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലായത് അദ്ദേഹം മുണ്ടുരിഞ്ഞ് കാണിച്ചതും അതിന് മുമ്പ് അതിൽ ചീത്ത വിളിച്ചത്, അതിന് മുമ്പുള്ള വീഡിയോസ് എന്താ നീ കാണിക്കാത്തത്? നിങ്ങളെ കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ നടന്നല്ല, എന്താ കാണിക്കാത്തത്? എന്താ അദ്ദേഹത്തിനെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ രോമത്ത് തൊടാൻ നിന്നെപ്പോലുള്ളവർക്ക് പറ്റൂല. അദ്ദേഹത്തിൻ്റെ ലെവല് വേറെയാടാ വിനായണ്ണൻ്റെ ലെവല്. നിനക്കൊക്കെ ഒന്ന് അങ്ങനെ അടിച്ചിതാക്കാൻ പറ്റൂല. ഇപ്പം നീ കുറേ നാളായിട്ട് നമ്മളെ വേടനെതിരെ വന്നിട്ടുണ്ട്. വേടൻ കഞ്ചാവാണ്, MDM ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലഹരിക്കെതിരെയാണ്. അത് അന്ന് ഇന്നും എന്നും എല്ലാവരും ഒരേപോലെയാണ് നിൽക്കുന്നത്. ലഹരിക്കെതിരെയാണ്, അതിനെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ വേടനെ പിടിച്ചപ്പം അവൻ എന്താ ഒരു കാര്യം പറഞ്ഞത്? അവനൊരവസരം കൂടെ തരണം എന്നേ പറഞ്ഞുള്ളൂ. അവൻ തിരിച്ചു വന്നിട്ട് ഉപയോഗിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞോ?
ഇല്ലല്ലേ? നീ അറിഞ്ഞാടാ മാരാരെ അവൻ ഉപയോഗിച്ചായിട്ട്? ഇല്ലല്ലേ? പിന്നെ ആ ഒരു കാര്യം കിട്ടിയപ്പോൾ നിങ്ങൾ അവനെ അങ്ങനെ തൂക്കി അങ്ങ് എടുത്ത്. ഇപ്പോൾ അതാ ഒരു പെണ്ണ് കേസ്. എന്താ ഈ പീഡിപ്പിക്കപ്പെട്ട പെണ്ണെന്താ നേരത്തെ അറിയത്തില്ലായിരുന്നു അവളെ പീഡിപ്പിച്ചതാണെന്ന്? ഈ 4-5 വർഷം കഴിഞ്ഞിട്ടാണ്, അവൻ സെലിബ്രിറ്റി ആയതിനു ശേഷമാണ് അവൾക്ക് മനസ്സിലായത് അവൾ പീഡിപ്പിക്കപ്പെട്ടെന്ന്. എടാ, ഇതൊക്കെ ഒരു അവസരം കിട്ടാൻ നീയൊക്കെ കാത്തിരുന്നു. നിൻ്റെയൊക്കെ വിചാരം, നിൻ്റെയൊക്കെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം. ഒന്ന് താഴ്ന്ന ആൾ, പിന്നെ വേറെ പലതും ഞാൻ പറയുന്നില്ല അതിൽ. അതൊക്കെ നിനക്ക് ചൊറിയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിന്നെപ്പോലുള്ള ആൾക്കാർ, നിന്നെ ബാക്കിലേക്ക് നീങ്ങുന്ന ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ നിന്നെ വെച്ച് കളിക്കുന്നതായിരിക്കും. അത് വേറൊരു കാര്യം. നിനക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. നിന്നെപ്പോലുള്ള മേൽത്തട്ടിലേക്കുന്ന ആൾക്കാർക്കൊക്കെ അത് പെട്ടെന്നൊരുത്തം കയറി വരുന്നതൊന്നും നിന്നെപ്പോലുള്ളവർ അംഗീകരിക്കില്ല ഒരിക്കലും. വേടൻ എന്ന് പറഞ്ഞ വ്യക്തി, അവൻ താഴെത്തട്ടിൽ നിന്നും വിനായകണ്ണനും വേടൻ എന്ന് പറഞ്ഞ വ്യക്തി താഴെത്തട്ടിൽ നിന്നും കയറി വന്നവരാണ്. ചത്തവനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കില്ലടാ. ആ ചത്ത് ജീവിച്ച് വന്നവരാണ് അവർ. മനസ്സിലായ? ചത്ത് അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിച്ച് വന്നവനെയൊക്കെ നിന്നെപ്പോലുള്ളവനെ ഒന്നും വകവയ്ക്കില്ലടാ. അതൊക്കെ നീ വെറും പുഴുവാടാ. നീ വെറും പുഴു അവരെ ഫ്രണ്ടിലൊക്കെ. എടാ, നീ വേടനെതിരെ പോലെ നിന്നെപ്പോലത്തെ ഒരു ശീലം ഒന്നുമല്ല അവർക്കുണ്ടായിരുന്നത്. ജീവിത രീതി ഒന്നുമല്ല അവരെ പോലുള്ളവർക്കുണ്ടായിരുന്നത്. നിനക്ക് ഊട്ടി വളർത്താൻ നിൻ്റെ അമ്മ ഉണ്ടായിരുന്നു, കൈപിടിച്ച് നടത്താൻ നിൻ്റെ അപ്പൻ, നിൻ്റെ സഹോദരങ്ങൾ, നിൻ്റെ കുടുംബക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിനക്കുണ്ടായിരുന്നു. വേടനെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതൊന്നും ഇല്ലായിരുന്നടാ മാരാരെ. അവരും തമ്മിൽ രാപ്പോല് വ്യത്യാസം ഉണ്ടായിരുന്നു. അവൻ്റെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയായിരുന്നു. അത് അവൻ ചിറക് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പോയി. അവർ പിന്നെ കൂട്ടെന്നോ അല്ല അവനെ വേറെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അവനില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവനും തമ്മിൽ രാപ്പോല് വ്യത്യാസമുണ്ടെന്ന്. നീ വളർന്ന രീതിയും അവൻ വളർന്ന രീതിയും അതിനിടയിൽ സംഭവിച്ചു പോയത് ഈ ലഹരിയിൽ പെട്ടുപോയി. അവൻ കഞ്ചാവോ എന്തായിക്കൊണ്ട് പെട്ടു, അവൻ പെട്ടുപോയി. പക്ഷേ അവൻ മാറി വന്നിട്ട് അവനൊരു അവസരം കൂടെ വേണമെന്നാണ് നിയമപാലകരോട് ചോദിച്ചത്. മനസ്സിലായ? അല്ലാതെ നിൻ്റെ രീതിയൊന്നും അല്ല അവൻ്റെ രീതി. അവനെ ഇനി നിനക്ക് രോമത്തിൽ തൊടാൻ പോലും പറ്റൂല. ഇപ്പം പെണ്ണ് കേസിൽ വീണ്ടും അവനെ പിടിച്ചു ഇല്ലേ? അവൻ പിടികൊടുത്ത് പോയി. പക്ഷേ അവൻ വരുന്ന അടുത്ത ഓളം നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചിൽ കയറുന്ന രീതിയിൽ വരികൾ എഴുതിക്കൊണ്ടായിരിക്കും വരുന്നത്. നിനക്കൊന്നും താങ്ങാൻ പറ്റൂല അവൻ്റെ വിരൽത്തുമ്പിൽ വരുന്ന വരികളൊന്നും, അവൻ്റെ നാവിന്ന് വരുന്ന വാക്കുകളൊന്നും നിന്നെപ്പോലുള്ളതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലടാ മാരാരെ. പിന്നെ നീയൊക്കെ അവൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു കോപ്പ് പോലടാ. വിനായണ്ണൻ്റെ ഫ്രണ്ടിലും വേടൻ്റെ ഫ്രണ്ടിലും നീയൊക്കെ ഒരു കോപ്പ് പോലടാ. നിന്നെക്കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. നീയൊക്കെ എത്രത്തോളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നിന്നെപ്പോലുള്ളവരും എത്രത്തോളം അടിച്ച് താഴ്ത്തുന്നുണ്ടോ അവ അത്രത്തോളം കയറി വരത്തന്നെ ചെയ്യും. അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാ, നാട്ടിലുള്ള നല്ല ആൾക്കാരൊക്കെ ബാക്കിലുണ്ടാ ഇഷ്ടം പോലെ. അവൻ്റെ ഫ്രണ്ടിൽ അവനെ അംഗീകരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാ. നിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് നീ അല്ലാതെ വേറൊരാൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിൻ്റെ സിനിമ ഭയങ്കര പ്രൊമോട്ട് കൊടുത്തിട്ടുണ്ട്, പ്രൊമോഷൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ കാണത്തില്ലടാ മാരാരെ. നിന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ. നിൻ്റെ ലിങ്കിലിട്ട് അങ്ങ് പൊക്കാനേ പറ്റത്തുള്ളൂ. നിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേറൊരാളും വരത്തിയില്ല. മുള്ളംകൊല്ലി വേലായുധ, നീ ഒരു മുള്ളുപോലും അല്ലടാ മാരാരെ. നീ എന്ന് പറഞ്ഞാൽ വെറും ശിശുവാണ്. നിനക്കൊന്നും അറിയത്തില്ല. നീ ഇനിയും ഒരുപാട് പഠിക്കാറുണ്ട് ഇവരെ പോലുള്ളവരുടെ ഫ്രണ്ടിൽ. നിനക്കൊന്നും ഒരിക്കലും എത്തിപ്പറ്റാത്ത നിലയിലാണ് വേടനും വിനായകനും. നിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് നിനക്ക് സ്വന്തമായിട്ട് 2 ദിവസം പോലും തിയേറ്ററിൽ ഓടിയിട്ടില്ലടാ. അങ്ങനെയുള്ള നീയാണ് കിടന്ന് ചിരയ്ക്കുന്നത്. പോയി തരത്തിന് കളിക്കടാ. നീ ഒന്നും അല്ലടാ മോനെ. പിന്നെ ഇപ്പോഴത്തെ സീസൺ 7 ഏഷ്യാനെറ്റിൽ ഭയങ്കരമായ രീതിയിൽ അഖിൽ മാരാർ എൻട്രി ചെയ്യുന്നു അല്ലേ? ലാലേട്ടന് കൊടുത്ത ടാസ്ക് ആയതുകൊണ്ട് അതിനകത്തുള്ളവർ നിന്നെ സഹിച്ച്. എന്നെപ്പോലുള്ളവർ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നീ എൻട്രി ചെയ്യുന്ന ആ 2ാമത്തെ സ്റ്റെപ്പിൽ നിന്നെ എക്സിറ്റ് അടിച്ചേനെ അവിടെ നിന്ന്. നമുക്കിനി എന്ത് ടാസ്ക് തന്നാലും നീ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സീസൺ അവിടെ കഴിഞ്ഞു. പിന്നെ സീസൺ 7 അവരെ പോലുള്ളവരായതുകൊണ്ട് നിന്നെ സഹിച്ച്. വേറെ വല്ലവരും അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ വന്ന വഴിയെ ബാഗും തൂക്കി തിരിച്ചു പോയേനെ. നീ ആരാടാ നീ വന്ന് കയറാൻ വേണ്ടി അതിനകത്ത്?
നീ കയറിയോണ്ട് എന്താ അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ച നീ എന്നറിഞ്ഞ വിഷയം തീർന്ന്. മനസ്സിലായില്ലേ? നീ എന്ന് പറഞ്ഞ വിഷയം തീർന്ന്. പിന്നെ ഇനി വിന്നറായിട്ട് നീ അടുത്ത സീസണിൽ എൻട്രി ചെയ്യുന്നത് ബാക്കിയുള്ളവന്മാരെ ഭരിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. ആ കസ്ത മോനെ, നിനക്ക് ഇടം അറിയാതെ നീ കളിക്കുകയാണ് പല വിഷയങ്ങളും. നിനക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞ്, ഇനി നിനക്ക് കിട്ടും എൻട്രി. ബിഗ് ബോസ് 7 അഖിൽമാരാറിൻ്റെ വൺട്രി. ഞാൻ വേറൊന്നും പറയുന്നില്ല, അതിനോട് വേറെ സാധനം ചേർക്കാനുള്ള, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നീ ജീവിച്ചു പോ മോനെ, രക്ഷപ്പെട്ട് പൊയ്ക്കോ നീ.